എന്തു പറ്റി? ഭയങ്കര ആലോചനയിലാണല്ലോ. ഞാൻ വരുന്ന വഴിക്ക് മഹിമയെ കണ്ടു. അവളെന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? എന്തെങ്കിലുമൊന്നുമല്ല, കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു. ദേഷ്യം പിടിച്ച അവള് വായി തോന്നിയതെല്ലാം പറയുന്ന ഗിരിയേട്ടൻ അറിയില്ലേ? അറിയാം. പക്ഷേ മഹിമയെ സ്വപ്നയെ പോലെ തന്നെ സ്വന്തം അനിയത്തിയുടെ സ്ഥാനത്ത് ഞാൻ കണ്ടത്. എന്നിട്ട് അവൾ എന്നോട് ഇത്ര മോശമായിട്ട് സംസാരിച്ചത്. മഹിമയും ഗിരിയേട്ടനെ സ്വന്തം ചേട്ടനെ പോലെ തന്നെയാ കണ്ടത്. നമ്മള് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആള് നമ്മളെ ചതിക്കുമ്പോഴാ നമുക്ക് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. ഗിരിയേട്ടൻ അച്ഛന്റെ മരണത്തിലുള്ള പങ്കിനെക്കുറിച്ച് അറിഞ്ഞപ്പോ അവൾക്ക് എത്രമാത്രം വേദനിച്ചു കാണുമെന്ന് ഗിരിയേട്ടന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അവള് ഗിരിയേട്ടനോട് എത്രമാത്രം ദേഷ്യം കാണിക്കുന്നുവോ അത്രത്തോളം വലിയ സ്ഥാനമാ അവളുടെ മനസ്സിൽ ഗിരിയേട്ടൻ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കിയാ മതി. മഞ്ജു, ഞാൻ മഹിമയെ കാണുമ്പോ അവൾ ഗോപാൽജിയുമായി എന്തോ വഴക്കിലായിരുന്നു. എന്നിട്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുമ്പ് ഞാൻ അവൾക്ക് വേണ്ടി ഇടപെട്ടു. അവൾക്ക് വേണ്ടി ഞാൻ ഗോപാൽജിയെ എതിർത്ത് സംസാരിച്ചു. ഗോപാൽജിക്ക് ഒരുപാട് വിഷമമായി. അപ്പോഴും ഗിരിയേട്ടൻ ഗോപാലന്റെ വിഷമത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അല്ലേ? അങ്ങനെ ഞാൻ ചിന്തിച്ചു എന്നുള്ളത് ശരി തന്നെയാ എന്ന് കരുതി ഞാൻ മിണ്ടാതെ പോകുന്നില്ല. അവളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ച അതിനെതിരെയുള്ള എന്റെ പ്രതികരണം ഗോപാൽജിക്ക് താങ്ങാനാവില്ലെന്ന് ഞാൻ അദ്ദേഹത്തിന് താക്കീത് നൽകി. മഹിമയെ ഞാൻ പിന്തുണച്ച് സംസാരിച്ചു കഴിഞ്ഞിട്ട് പോലും അവൾ ഞാൻ അഭിനയിക്കുകയാണെന്ന് കരുതി എന്നെ അപമാനിച്ചിട്ടാ പോയത്. അവളെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അവൾക്ക് വേണ്ടി ഗിരിയേട്ടൻ ഗോപാലിനെ എതിർത്തു എന്ന് കേൾക്കുമ്പോ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗോപാലൻ എന്റെ അച്ഛനെ കൊന്നതിന് ദൃക്സാക്ഷിയായിട്ട് കൂടി ഗിരിയേട്ടൻ അയാൾക്കെതിരെ ഒരു വാക്ക് പോലും മിണ്ടാൻ തയ്യാറല്ല. അയാളോട് അത്രയും കൂറ് കാണിക്കുന്ന ഗിരിയേട്ടൻ എന്റെ അനിയത്തിക്ക് വേണ്ടി അയാളെ എതിർത്തു എന്ന് കേൾക്കുമ്പോ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ്? എന്നാലും ഞാൻ അവളെ സഹായിക്കാൻ ശ്രമിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലാക്കിക്കൂടെ? ഗിരിയേട്ടൻ അവൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുമ്പോഴേക്കും മഹിമ എല്ലാം മറന്ന് ഗിരിയേട്ടനോട് ക്ഷമിക്കൂന്നാണോ കരുതുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെയാണ് നഷ്ടപ്പെട്ടത്. അതിന് കാരണക്കാരനായ ഒരാൾക്ക് വേണ്ടി ഗിരിയേട്ടൻ കൂടി പിടിക്കുന്ന കാലത്തോളം അവൾക്ക് മാത്രമല്ല എനിക്കും ഗിരിയേട്ടനോട് ക്ഷമിക്കാൻ കഴിയില്ല. എന്റെ ഈശ്വര, ഞാനിവളെ എങ്ങനെ ഒന്ന് വിശ്വസിപ്പിക്കുക? തനിക്കിപ്പോ എങ്ങനെയുണ്ടോ? കുഴപ്പമൊന്നുമില്ല. നന്നായി റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ പറയുന്നത്. അയാൾക്ക് അങ്ങനെ പലതും പറയാലോ. തന്നെ ആശുപത്രി വന്നൊന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഗിരിക്ക് എല്ലായിടത്തും കണ്ണും കാതുകൊണ്ട് ഞാൻ തന്നെ കാണാൻ വന്നെന്നറിഞ്ഞ അത് മതി അവന് സംശയം തോന്നാൻ. ഗോപാൽജിക്ക് ഗിരിയെ നല്ല പേടിയാണെന്ന് തോന്നുന്നു. മിണ്ടാതിരിക്കടി ഗോപാൽജി. ഇവള് പറയുന്നൊന്നും കാര്യാക്കണ്ട. ഇവളുടെ നാവിന് പണ്ടേ ലൈസൻസ് ഇല്ല. അത് സാരമില്ല. എനിക്ക് കാര്യങ്ങൾ തുറന്നു പറയുന്നതിനാ കൂടുതൽ ഇഷ്ടം. പേടിക്കേണ്ടവരെ പേടിച്ചും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചുവാ ഞാൻ ഇന്ന് കാണുന്ന ഈ നിലയിലെത്തിയത്. അതില് എനിക്ക് ഒരു നാണക്കേടും തോന്നാറില്ല. അതൊക്കെ ബുദ്ധിയുടെ ലക്ഷണമാണ്. പക്ഷേ എതിരാളി കൂടുതൽ ശക്തനാകുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോ ആക്രമിക്കാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് മണ്ടത്തരാ. ഗിരി ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ എതിർത്ത് സംസാരിച്ചു. ഇനി അവനോട് ക്ഷമിച്ചിട്ട് ഒരു കാര്യമില്ല. വളരെ നല്ല തീരുമാന ഗോപാൽജി. അവനെ ഒഴിവാക്കുക തന്നെയാ നല്ലത്. അത് ചെയ്യാൻ കഴിവുള്ളവന്മാരൊന്നും എന്റെ പരിചയത്തിലില്ല. തന്റെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ ഇങ്ങോട്ട് ഉപദേശം തരാതെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് കേക്ക്. ഗിരിയെ
നേർക്ക് നേർ നിന്ന് തോൽപ്പിക്കാമെന്നുള്ള ആത്മവിശ്വാസമൊന്നും എനിക്കില്ല. അവനെങ്ങനെ രക്ഷപ്പെട്ടാൽ പിന്നെ എന്റെ കാര്യം പോക്കാ. അതുകൊണ്ട് അവനെ ഒഴിവാക്കാൻ വേറൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. അതെന്താ? പെണ്ണ് കേസ്. ഗിരി ഒരു കാരണവശാലും പെണ്ണ് കേസിലൊന്നും ചെന്ന് പെടില്ല. പെട്ടില്ലെങ്കിൽ പെടുത്തണം. അവിടെയാ നമ്മുടെ കഴിവ്. ഗിരിയെ കള്ളക്കേസിൽ കൊടുക്കാനാണോ ഗോപാൽജിയുടെ പ്ലാൻ? അതെ. പക്ഷെ ഇതൊക്കെ നാട്ടുകാർ വിശ്വസിക്കോ? ഗിരി ഒരു മാന്യനാണെന്ന് എല്ലാവർക്കും അറിയാം. മാന്യന്മാരെ കുറിച്ച് ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാനാ ആളുകൾക്ക് കൂടുതൽ താല്പര്യം. ഗിരിയുടെ പ്രതിച്ഛായ തകർന്നു കാണാൻ പലരും ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ അവനെതിരെ ഇങ്ങനെയൊരു കേസ് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വിശ്വസിക്കാവുന്ന ഒരു പെൺകുട്ടി വേണം കേസ് കൊടുക്കാൻ. അതിന് പറ്റിയൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പ്രീതി. തനിക്ക് എന്റെ മോളുടെ ഭാവി വെച്ച് എന്നെ കളിക്കണം അല്ലേ? താൻ വെറുതെ ഇങ്ങനെ ചൂടാവല്ലേ. തന്റെ മോൾക്ക് ഞാൻ നല്ലൊരു തുക പ്രതിഫലമായിട്ട് കൊടുക്കാം. കാശിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യുന്നതാണോ താൻ കരുതിയിരിക്കുന്നത്? മാനം വിട്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും എന്റെ മോക്കില്ല. അതിന് പ്രീതിയുടെ അഭിമാനത്തിന് ഒരു ക്ഷതവും സംഭവിക്കില്ല. ഇവളാണ് പരാതി നൽകിയതെന്ന് വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ. അതൊക്കെ നിയമത്തിന്റെ കാര്യമല്ലേ? ശരിക്കും പരാതി കൊടുത്തത് ഞാനാണെന്ന് നാട്ടുകാരൊക്കെ അറിയും. അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഞാൻ ഉറപ്പു തരാം. അത്ര ഉറപ്പുണ്ടെങ്കിൽ താൻ തന്നെ മോളെ കൊണ്ട് പരാതി കൊടുപ്പിക്കണോ? അപ്പൊ സ്വന്തം മോളുടെ കാര്യം വന്നപ്പം തനിക്ക് ദേഷ്യം വന്നല്ലേ? നിങ്ങൾ തമ്മിൽ വെറുതെ വഴക്കൂടണ്ട. ഞാൻ പരാതി കൊടുക്കാൻ തയ്യാറാ. മോളെ പക്ഷേ എനിക്ക് ഞാൻ പറയുന്ന തുക മുഴുവനായും പരാതി നൽകുന്നതിന് മുൻപ് കിട്ടണം. പരാതി നൽകിയതിനു ശേഷം ബാക്കി കാശ് തരില്ല എന്ന് ഗോപാൽജി പറഞ്ഞാൽ ഞാൻ പെട്ടുപോവില്ലേ? ശരി, ഞാൻ അനിതയെ ഒന്ന് വിളിച്ച് കാര്യം അറിയിക്കട്ടെ. മോളെ നീ എന്തറിഞ്ഞിട്ടാ? അച്ഛനൊന്നും മിണ്ടായിരിക്കെ. എങ്ങനെയെല്ലാം കുറെ കാശുണ്ടാക്കുന്ന കരുതിയാ ഞാൻ നിന്നിരുന്നത്. ഹരീഷ് എന്തായാലും ഞാൻ ഉദ്ദേശിച്ച കാശൊന്നും തരാൻ പോകുന്നില്ല. ഇതാവുമ്പോ ഇഷ്ടംപോലെ കാശ് കിട്ടും. പിന്നെ ഇതിനെ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പൊ നിനക്ക് ഗിരിയെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത് വെറുതെ ആണല്ലേ? ആ ഓ, ആ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. സാറ് വരുന്നില്ലേ? ഏതോ കേസ് അന്വേഷിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിതിന് ഇങ്ങോട്ട് വന്നത്. കേസിന്റെ അന്വേഷണം എവിടുന്നാ ആരംഭിക്കേണ്ടത് സാറേ? സാറ് വാ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ, കേറി വരൂ. ഞങ്ങൾ നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്റെ വീട്ടിൽ കയറി വന്ന് മര്യാദകേട് കാണിച്ച പോലീസാണെന്നൊന്നും ഞാൻ നോക്കില്ല. പോട്ടെ അമ്മേ, ഇവര് പോലീസുകാരല്ലേ. പോലീസുകാരെ നമ്മൾ ബഹുമാനിക്കണം. ഒന്നുമല്ലെങ്കിലും എന്റെ ഭാര്യ ഒരു പോലീസുകാരിയല്ലേ. എന്താ മേഡം, എന്തിനാ വന്നേ? ഞങ്ങൾ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാ വന്നത്. എന്ത് കേസ്? ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസാണ്.